ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ നേരിടുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ ജില്ലയിലാകെ വലിയ ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാകുമ്പോഴും ഒരല്പം പരിക്കേറ്റ ഒരല്പം പുറകോട്ട് പോയ പ്രദേശമാണ് മണ്ണാർക്കാട് പ്രദേശം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ച മുഴുവൻ പരിക്കുകളും മാറ്റിക്കൊണ്ട് പൂർവാധികം കരുത്തോടെ മണ്ണാർക്കാട്ട് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന നിലയിലേക്കുള്ള മുന്നേറ്റം ഡിസംബർ മാസം 13-ാം തീയതി നാട് കാണുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേരളത്തിനകത്താകെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടം മുതൽ ഇങ്ങോട്ട് ദൃശ്യമാകുന്ന വലിയ ഇടതുപക്ഷ മുന്നേറ്റമുണ്ട്. ഇടതുപക്ഷത്തോട് നാട്ടിലെ ജനങ്ങളാകെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ അനുഭവമുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വാസപൂർവ്വം വിശ്വാസമർപ്പിച്ച് തെരഞ്ഞെടുത്ത ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം പൂർണ്ണതോതിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടി കഴിഞ്ഞു. ഈ നാടിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ഇവയെല്ലാം തന്നെ ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോർമുഖത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലയുണ്ടാകും. ഈ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ അംഗീകാരമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറും. കേരളത്തിലാകെ സമാനതകളില്ലാത്ത ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ ദൃശ്യത നമുക്ക് 13-ാം തീയതി കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ തുടർച്ചയിൽ 2026 നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തും പ്രതിഫലിക്കും എന്നതിലൊരു തർക്കവും സംശയവും വേണ്ട എന്നുള്ളതാണ്.